ഒരൊറ്റ സിനിമയിൽ തന്നെ പല ജോണറുകൾ മാറി മാറി വരുന്ന സിനിമാറ്റിക് അനുഭവം. അതാണ് ദി ഗോർജ് എന്ന സിനിമ തുടങ്ങുമ്പോൾ അതൊരു സ്പൈ ത്രില്ലർ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഫിക്ഷൻ എന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. പക്ഷെ പിന്നീട് അതൊരു ലവ് സ്റ്റോറി ആയിട്ട് മാറുന്നു. ആ ട്രാൻസിഷനൊക്കെ വളരെ സ്മൂത്ത് ആണ്. ആ ലവ് സ്റ്റോറി നമ്മളൊന്ന് എൻജോയ് ചെയ്ത് വരുമ്പോൾ അത് പെട്ടെന്ന് ഒരു ഹൊറർ ഫിലിമിലേക്ക് മാറുന്നു. ഈ ഹൊററിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതൊരു സയൻസ് ഫിക്ഷൻ ആയിട്ട് മാറുന്നു. ഈ സമയത്തെല്ലാം അത്യാവശ്യം ആക്ഷൻ സീക്വൻസുകളുണ്ട്. പക്ഷേ ടുവേർഡ്സ് ക്ലൈമാക്സ് ഈ സിനിമ മുഴുവനായിട്ടും ഒരു ഹൈടെക് ആക്ഷൻ സിനിമയുടെ മൂഡിലേക്ക് മാറുന്നു. പിന്നെ ഈ ക്ലൈമാക്സിന് ശേഷം വരുന്ന ഒരു ടെയിൽ എൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ക്ലൈമാക്സ് എന്ന് പറയുന്ന സീന് നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണുന്ന ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയുടെ സീൻ പോലെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ കൂടുതൽ സമയം 2 ആക്ടേഴ്സ് ഉള്ളൂ. ഇവർ രണ്ടുപേരും പെർഫോമൻസിലാണ് ഈ പടം നിൽക്കുന്നത്. പിന്നെ VFXും ഗംഭീരമാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ പല ജോണറുകൾ കാണുന്ന ഒരു പ്രത്യേക സിനിമാറ്റിക് എക്സ്പീരിയൻസും തൃപ്തികരമായ ഒരു എൻഡിങ്ങും തരുന്ന നല്ലൊരു അനുഭവമായിരുന്നു ദി ഗോർജ് എന്ന സിനിമ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഒരൊറ്റ സിനിമയിൽ തന്നെ പല ജോണറുകൾ മാറി മാറി വരുന്ന സിനിമാറ്റിക് അനുഭവം. അതാണ് ദി ഗോർജ് എന്ന സിനിമ തുടങ്ങുമ്പോൾ അതൊരു സ്പൈ ത്രില്ലർ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഫിക്ഷൻ എന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. പക്ഷെ പിന്നീട് അതൊരു ലവ് സ്റ്റോറി ആയിട്ട് മാറുന്നു. ആ ട്രാൻസിഷനൊക്കെ വളരെ സ്മൂത്ത് ആണ്. ആ ലവ് സ്റ്റോറി നമ്മളൊന്ന് എൻജോയ് ചെയ്ത് വരുമ്പോൾ അത് പെട്ടെന്ന് ഒരു ഹൊറർ ഫിലിമിലേക്ക് മാറുന്നു. ഈ ഹൊററിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതൊരു സയൻസ് ഫിക്ഷൻ ആയിട്ട് മാറുന്നു. ഈ സമയത്തെല്ലാം അത്യാവശ്യം ആക്ഷൻ സീക്വൻസുകളുണ്ട്. പക്ഷേ ടുവേർഡ്സ് ക്ലൈമാക്സ് ഈ സിനിമ മുഴുവനായിട്ടും ഒരു ഹൈടെക് ആക്ഷൻ സിനിമയുടെ മൂഡിലേക്ക് മാറുന്നു. പിന്നെ ഈ ക്ലൈമാക്സിന് ശേഷം വരുന്ന ഒരു ടെയിൽ എൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ക്ലൈമാക്സ് എന്ന് പറയുന്ന സീന് നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണുന്ന ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയുടെ സീൻ പോലെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിൽ കൂടുതൽ സമയം 2 ആക്ടേഴ്സ് ഉള്ളൂ. ഇവർ രണ്ടുപേരും പെർഫോമൻസിലാണ് ഈ പടം നിൽക്കുന്നത്. പിന്നെ VFXും ഗംഭീരമാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ പല ജോണറുകൾ കാണുന്ന ഒരു പ്രത്യേക സിനിമാറ്റിക് എക്സ്പീരിയൻസും തൃപ്തികരമായ ഒരു എൻഡിങ്ങും തരുന്ന നല്ലൊരു അനുഭവമായിരുന്നു ദി ഗോർജ് എന്ന സിനിമ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക.